ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പാർട്ട് 6 കടന്നു പോകുന്നത്. അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത് എന്ന് നോക്കാം. നാം ടുഡേ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് യെസ്റ്റർഡേ, അതായത് ഇന്നലെ, ടുമോറോ, നാളെ എന്നീ കാര്യങ്ങൾ പഠിച്ചു. അതായത് ടുഡേ എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലാണെന്നും, യെസ്റ്റർഡേ എന്നത് പാസ്റ്റ് ആണെന്നും, ടുമോറോ എന്നത് ഫ്യൂച്ചർ ആണെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ടുഡേയിലെ, അതായത് ഇന്നത്തെയാണ്. അത് ഐ സ്റ്റഡി. എന്നാൽ അത് ഇന്നലെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിഡ് വെർബ്, സ്റ്റഡീഡ് ഡിഡ് വെർബായ സ്റ്റഡീഡ്. എന്നാൽ നാളെയാണെങ്കിലോ വിൽ ഓർ ഷോൾ പ്ലസ് സ്റ്റഡി, ഐ വിൽ സ്റ്റഡി ഓർ ഷോൾ സ്റ്റഡി. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഫോമിലേക്കാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൻ്റെ, അല്ലെങ്കിൽ എല്ലാ ലാംഗ്വേജിലും നാം പറയാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ നാളെ ഞാൻ ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ച സ്റ്റഡി എന്ന വെർബിനെ കാണിച്ചുകൊണ്ട് തന്നെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രസൻ്റ് ആണല്ലോ. നാം ഇവിടെ ഇന്ന് എന്നത് പ്രസൻ്റ് ആണല്ലോ, അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണല്ലോ. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഓക്കെ. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണെങ്കിലോ അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാം, അല്ലേ? അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമെന്നാണെങ്കിലോ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഇതിപ്പോൾ നാം ടെൻസിൻ്റെ രീതിയിലല്ല ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. മറിച്ച് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് ആ സംസാരത്തിൻ്റെ ഗതിയിൽ നാം ടെൻസിനെ സെൻറ്റൻസിനെ ഇങ്ങനെ നമുക്ക് മാറ്റാം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ നാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ എന്ത് പറയണം? I am studying. അപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്താവും? You are studying. അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. He or she is studying. ഓക്കെ. അപ്പോൾ I am studying, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നീ പഠിച്ചുകൊണ്ടിരിക്കുന്നു. You are studying. അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. He or she is studying. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രസൻറ്റ് ഫോം ആണെങ്കിൽ am or is or are പ്ലസ് ing ഫോം ഓഫ് ദ വെർബാണ് നാം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അല്ലെങ്കിൽ നമുക്ക് ടെൻസിൻ്റെ ആ ഗ്രാമാറ്റിക്കൽ ഫോമിലേക്ക് പോകാതെ നമുക്ക് സാധാരണ രീതിയിൽ പഠിക്കുമ്പോൾ ഐ ആം സ്റ്റഡിയിങ്, യു ആർ സ്റ്റഡിയിങ്, ഹീസ് ഓർ ഷീ ഈസ് സ്റ്റഡിയിങ്. എന്നാൽ ഇത് തന്നെ നമുക്ക് പാസ്റ്റിലേക്ക് വരുമ്പോൾ, അതായത് നമുക്കറിയാം സബ്ജക്റ്റിന് മാറ്റമില്ല, സബ്ജക്റ്റ് മാറുന്നില്ല, വെർബ് മാറുന്നില്ല, എന്നാൽ ഓക്സിലറി വെർബ്സ് മാത്രമാണ് മാറുന്നത്. അപ്പോൾ അവിടെ അത് പാസ്റ്റിലേക്കാണെങ്കിൽ എന്ത് വരും? I was studying, you were studying, he or she was studying. അതായത് പ്രസൻറ്റ് ഫോമിനെ പാസ്റ്റ് ഫോമിലേക്ക്, അതായത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് അല്ലെങ്കിൽ ഇന്നലെ എന്നതിലേക്ക് മാറുമ്പോൾ എന്താവും? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ing വെർബ് എന്ന രീതി വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ പ്രസൻറ്റിൽ ആമീസ് ആർ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു പ്രവൃത്തിയിൽ പ്രസൻറ്റിൽ ആമീസ് ആർ പ്ലസ് ing, പാസ്റ്റിലാണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ing. എന്നാൽ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഈ ആമും ഈസും ആറും വാസും എല്ലാം മാറി നമുക്കറിയാം അവിടെ ഫ്യൂച്ചറിൽ എപ്പോഴും വില്ലെന്ന് പറയുന്നതായിരിക്കും ഫ്യൂച്ചർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിലറി വെർബ്സിന് പകരമായി അവിടെ എന്ത് യൂസ് ചെയ്യുന്നു? ബി, വിൽ അല്ലെങ്കിൽ ഷോൾ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബായിരിക്കും
ഏതിൽ ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഐ ആം സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഹീ ഈസ് സ്റ്റഡിയിങ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഷീ ഈസ് സ്റ്റഡിയിങ്. എന്നാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആണെങ്കിലോ ദേയുടെ കൂടെ ഏത് ഓക്സിലറി വെർബാണ് വരുന്നത്? ആ. എന്നാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിലോ ദേ വെയർ. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്നാണെങ്കിലോ ദേ വിൽ ബി. ഓക്കെ, ദേ വിൽ ബി സ്റ്റഡിങ്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു, ദേ ആർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ വെയർ പ്ലേയിങ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ദേ വിൽ ബി പ്ലേയിങ്. അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഐ ആം പ്ലേയിങ്. നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, യു ആർ പ്ലേയിങ്. ഇനി രാജു കളിച്ചുകൊണ്ടിരിക്കുന്നു, രാജു ഈസ് പ്ലേയിങ്. അപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പം ഹി വിൽ ബി പ്ലേയിങ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൊണ്ടിരിക്കുകയായിരിക്കും എന്ന ഒരു ഫോം ഇംഗ്ലീഷിൽ പ്രത്യേകമായിട്ടുമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഫോമിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കെപ്പോഴും അതിനെ പറ്റിയുള്ള ഒരു ബേസിക് സെൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്കിവിടെ നോക്കുമ്പോൾ സിമ്പിളായി യൂസ് ചെയ്യുന്ന പ്രസൻറ്റ് ഫോമിൽ ഡു ഓർ ഡസ് ഫോം ആയിരിക്കും. എന്നാൽ പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് ഫോം ആയിരിക്കും. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ഓർ ഷോൾ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് ഫോമിലേക്ക് വരുമ്പോൾ എന്താവും? ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ആയിരിക്കും. എന്നാൽ പാസ്റ്റിലാണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING ആയിരിക്കും. എന്നാൽ ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ ബി ഓർ ഷാൾ ബി പ്ലസ് ING ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂടി പ്രത്യേകമായി നിങ്ങൾ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. തുടക്കക്കാർക്ക് വേണ്ടി പ്രത്യേകമായുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായി ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.